നബിമാർ ഈ ലോകത്ത് അവരുടേതാകുന്ന അനുയായികൾ. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? സ്വഹാബത്തിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയച്ചു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് വിട്ടു. അവിടെ പോയി പ്രബോധനം നടത്തി. നബി ഞാൻ പോകൂല, തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റൂല, തങ്ങളോടൊപ്പമുള്ള ജുമാ ജമാഅത്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് എങ്ങനെ പോകും നബിയെ? ഞാൻ പോകൂല, വേറെ വല്ലവരും വിടുക. അപ്പൊ നിങ്ങൾ പറഞ്ഞു പോ. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. നീ അവിടെ എത്തി അവിടെ ഒരാളെ നന്നാക്കലാണ് ഈ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ. നിന്നെ കൊണ്ട് ഹിദായത്തിടലാണ് ഏറ്റവും നല്ലത്, നിന്നെ കൊണ്ട് ഈമാൻ പുൽകലാണ് ഏറ്റവും വലുത്. അപ്പൊ സ്വഹാബത്തിനെ കൊണ്ട് എന്ത് കിട്ടും? ഹിദായത്ത് കിട്ടും, നബിയെ കൊണ്ട് കിട്ടും. അത് ഖുർആൻ പറഞ്ഞതാണല്ലോ. ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. തങ്ങളെ നേരായ പാതയിലേക്ക് ഹിദായത്ത് നൽകാൻ കഴിവുള്ളവരാണ് നബിയെ. ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ ലോകത്തിന്റെ വിവിധ പ്രവിശ്യയിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാ, അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരെ ആര് പിൻപറ്റിയോ അവർ ഹിദായത്തിലാണ്, സന്മാർഗത്തിലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ മാത്രമല്ല എന്റെ സഹാബത്തിനെ പിൻപറ്റിയാൽ മതി, നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹിദായത്ത് കിട്ടും. സയ്യിദുനാ റസൂലുള്ളാഹി. കണ്ടോ? അപ്പൊ കണക്ഷൻ പിന്നെ അടുത്ത സ്ഥലത്തോട്ടെത്തി, സ്വഹാബത്തിലെത്തി നിൽക്കാണ്. പ്രവാചകനിൽ നിന്ന് പോന്ന് സ്വഹാബത്തിലെത്തി. ഇനി അടുത്ത ഹദീസ് എത്രയുണ്ട്? സ്വഹാബത്തിന്റെ ശ്രേഷ്ഠ ഒരു ഹദീസേ ഉള്ളൂ. قال رسول الله صلى الله عليه وسلم لا تمس النار من رآني وهو مؤمن ومن رآني وهو مؤمن صدق رسول الله. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പ്രിയപ്പെട്ടതാകുന്ന അനുയായികളോട് പറയുകയാണ്, അല്ലയോ അനുയായികളെ, നിങ്ങൾക്കുള്ള ശ്രേഷ്ഠത എന്തെന്നറിയുമോ? ലാ തമസ്സുന്നാറു മൻ റആനി. എന്നെ കണ്ടുകൊണ്ട് എന്നെ വിശ്വസിച്ചുകൊണ്ട് ഒരു സെക്കൻഡെങ്കിലും മുഅ്മിനായി നിലകൊണ്ട ആളുകളെ നിങ്ങൾ ഒരിക്കലും തന്നെ നരകത്തിൽ കടക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. വമൻ റആനി വഹുവ മുഅ്മിൻ. എന്നെ കണ്ടവരെ അവർ ഈമാൻ പുൽകിക്കൊണ്ടാണ് കണ്ടത് എങ്കിൽ അവർ തീർച്ചയായും നരകത്തിൽ കടക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ തമസ്സുന്നാർ വഹുവ മുഅ്മിൻ വമൻ റആനി വഹുവ മുഅ്മിനുൻ സദഖ റസൂലുള്ളാഹി. എന്നെ വിശ്വസിച്ചുകൊണ്ട് കണ്ടവൻ നരകത്തിൽ കടക്കൂല. എന്നെ കണ്ടവർ എന്ന് പറഞ്ഞ സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ കണ്ട ആളുകൾ അവരെ വിശ്വസിച്ചുകൊണ്ടാണ് കണ്ടത് എങ്കിൽ, ഈമാൻ പുൽകിയാണ് കണ്ടതെങ്കിൽ അവരും നരകത്തിൽ കടക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ സ്വഹാബത്തിനെ കൊണ്ട് എന്ത് നിനക്ക് കിട്ടുമെന്നു? എന്ത് കിട്ടും? ഹിദായത്ത് കിട്ടും. അതല്ലേ വേണ്ടത്. അതുകൊണ്ട് രക്ഷപ്പെട്ട ആള് കഥയല്ലേ ഇപ്പൊ പറഞ്ഞത്. ആ 15 ചവിട്ടല്ലേ ബക്കറ്റ് വരുമല്ലേ ഇവിടെ? വേണ്ടല്ലേ മനസ്സിലായല്ലേ? മജീദ് ഭായി പോയ ഇവിടെ നിന്ന് ഇല്ലേ? ബക്കറ്റില്ലേ? ബക്കറ്റ് വേണ്ട, ബക്കറ്റ് പിരിക്കണ്ടേ? നിങ്ങൾ നൽകാൻ തയ്യാറാണെങ്കിൽ പിന്നെ പിരിക്കുന്നതിന് എന്താ മടി? നിങ്ങളൊക്കെ 500,000 വെച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ട് അത് വെറുതെ വാങ്ങിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പേരോശം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, നമ്മുടെ സ്വതക്കെ അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവരും നല്ലൊരു സ്വതക്കെടുത്ത് നോക്ക്. അള്ളാഹു നമ്മുടെ സ്വതക്കളെ സ്വീകരിക്കട്ടെ. നീയത്തോളം നിങ്ങൾ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി, ഇപ്പം നല്ല ലുക്കായല്ലേ, വെള്ളയൊക്കെ ഇട്ട്. അതാണ് എനിക്ക് സംശയം തോന്നിയത്, ആരാണ് അവിടെ വന്നിരിക്കുന്നത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ.
സർവനീയത്തുകളും അല്ലാഹുവേ നീ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളിൽ ആബിദീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സർവ്വ വിപത്തുകളിൽ നിന്ന് നീ കാവൽ നൽകണേ അല്ലാ. നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ അതാണ് ഹിദായത്ത്. ഹിദായത്ത് ആരെ കൊണ്ടാ കിട്ടുക? സ്വഹാബത്തിനെ കൊണ്ടാണ് കിട്ടുക. അവരുടെ മാർഗത്തിലേക്ക് തെളിക്കണേ അല്ലാ എന്നാണ് നമ്മൾ ചോദിക്കുന്നതും. അതിനാണല്ലോ ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ നേരായ മാർഗത്തിലേക്ക് തെളിക്കണേ അല്ലാ. അത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. أولئك الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം അത് അമ്പിയാക്കളുടെ മാർഗമാണ്, അത് ശുഹദാക്കളുടെ മാർഗമാണ്, അത് സലഫു സാലിഹീങ്ങളുടെ മാർഗമാണ്. ആ മാർഗത്തിലേക്ക് തിരിയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒറ്റ ദുആയെ നിർബന്ധമായ ദുആ ഉള്ളൂ, പഠിച്ചു വെക്കണം. ഏതാണത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ ഒറ്റ ദുആയെ നിർബന്ധമായ ദുആ ഉള്ളൂ. മറ്റുള്ള ദുആയൊക്കെ യുസാബു അലാ ഫീലിഹി വലാ യുആഖബു അലാ തർക്കിഹി എന്ന കോലത്തിലാണ്. ചെയ്താൽ കൂലി കിട്ടും, ചെയ്തില്ലേ ശിക്ഷയൊന്നുമില്ല. ഖുർആനിലെ മറ്റുള്ള മുഴുവൻ ദുആകളും ഒക്കെ സുന്നത്തായ ദുആകളാണ്. ഈ ഒറ്റ ദുആ മാത്രം, അഥവാ ഹിദായത്തിനെ ചോദിക്കൽ മാത്രമാണ് നിർബന്ധമായ ദുആ. മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം ഹിദായത്ത് അത്രമേൽ പ്രധാനമായ സംഗതിയാണ്, അത്രമേൽ നിർബന്ധമായ സംഗതിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ സ്വഹാബത്തിനെ ആരൊരുവൻ പിടിച്ചോ അവന് തീർച്ചയായും ഹിദായത്തിടപ്പെടുമേ, സന്മാർഗത്തിലാകുമേ. അപ്പൊ നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ സ്വഹാബത്തിനെ പിടിക്കൽ അനിവാര്യമാണ്. ഓരോ സ്വഹാബത്തിനെ പിടിക്കൽ അനിവാര്യമാണ്. ബദരീങ്ങളുടെ ശ്രേഷ്ഠത എന്താ ഉസ്താദേ? ബദരീങ്ങളുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ നബിതങ്ങളെ സഹായിച്ചതാകുന്ന മറ്റൊരു കൂട്ടർ ലോക ചരിത്രത്തിലില്ല. അവരെ സഹായിച്ചത് യുദ്ധാനന്തര മുതൽ കൊതിച്ചിട്ടല്ല, ഗനീമത്ത് സ്വത്ത് കൊതിച്ചിട്ടായിരുന്നില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒന്നും കൊതിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ലക്ഷ്യം അല്ലാഹ് പരിപൂർണമായ ഇഖ്ലാസോട് കൂടിയാണ് ബദറിലേക്ക് 313 സ്വഹാബത്ത് കടന്നു വന്നത്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇന്നും തങ്കലിബുകളാൽ ബദരീങ്ങളെ അനുസ്മരിക്കുന്നത്. ഇന്നും അവരുടെ പേരുകൾ ഇത്രത്തോളം ഷറഫാക്കപ്പെടാൻ കാരണം എന്താ? വേറെ എത്രയോ യുദ്ധം നബിതങ്ങൾ തന്നെ പങ്കെടുത്ത 27 യുദ്ധങ്ങളുണ്ട്. 27 യുദ്ധങ്ങൾ നബിതങ്ങൾ തന്നെ പങ്കെടുത്തതുണ്ട്. നബിതങ്ങൾ പങ്കെടുത്തതിന് ഒസുവത്ത് എന്ന് പറയും, യുദ്ധത്തിന്. പങ്കെടുക്കാത്ത യുദ്ധത്തിന് സരിയത്ത് എന്ന അറബിയിൽ പറയും. നബിതങ്ങൾ പങ്കെടുത്ത യുദ്ധം തന്നെ 27 യുദ്ധങ്ങളുണ്ട്, ചരിത്രത്തിൽ കാണാം. അതിലെന്തുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായി ബദറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു? ബദരീങ്ങളിൽ ഉള്ള മുഴുവൻ സ്വഹാബത്തിൽ ഒരൊറ്റ ഒരാൾ പോലും കാപട്യമുള്ളവരില്ല, മുനാഫിക്കുകളില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഉഹദിൽ വന്നതാകുന്ന ആളുകൾക്കിടയിൽ, സ്വഹാബത്തിനിടയിൽ ചിലർ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു, ചിലർ കപട വിശ്വാസികൾ ഉണ്ടായിരുന്നു. യുദ്ധത്തിന് വന്നവർ ചിലർ കപട വിശ്വാസികൾ ഉണ്ടായിരുന്നു, മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. ബദരീങ്ങളിലോ അത് 100-ൽ 100ആണ്, 100-ൽ 100% ഓക്കെ ഉള്ള ആളുകളാണ് ബദറിലേക്ക് മാർച്ച് ചെയ്ത് വന്നത്. അതാണ് ബദരീങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത.
ബനൂ മുസ്തലഖ് യുദ്ധം കഴിയുകയാണ്. പ്രസിദ്ധമായ യുദ്ധമാണ് ബനൂ മുസ്തലഖിന്റെ യുദ്ധം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതരായി തിരിച്ചു പോവുകയാണ്. തിരിച്ച് മദീനത്തേക്ക് യാത്രയാവുകയാണ്. യുദ്ധത്തിൽ ജയിച്ചു. ബനൂ മുസ്തലഖ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയം കൊണ്ടു. അവർ നേരെ തിരിച്ചു മദീനയിലേക്ക് പോവാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ യാത്രയിലും തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്കിടയിൽ ഊഴം നിശ്ചയിക്കുമായിരുന്നു. ആ യുദ്ധത്തിന് വേണ്ടിയുള്ള ഊഴം നിശ്ചയിക്കലിൽ പേര് വന്നത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിയുടെ പേരാണ്. ആയിഷ ബീവിയുമായി പ്രവാചകൻ യുദ്ധത്തിന് പോയി. യുദ്ധത്തിൽ പ്രവാചകൻ വിജയിച്ചു. തന്റെ പ്രിയപ്പെട്ട അനുയായികളോടൊപ്പം വിജയശ്രീലാളിതനായി പരിശുദ്ധ മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂല് തിരിച്ച് യാത്ര തിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ യുദ്ധം കഴിഞ്ഞ ഭൂമിയിൽ തനിച്ചായി. മലമൂത്ര വിസർജനം നടത്തുന്നതിന് വേണ്ടി അല്പം മാറി ഒരു സ്ഥലത്തേക്ക് നീങ്ങിപ്പോയി. അവിടെ വെച്ചുകൊണ്ട് മഹദി അവരുടെ മാല നഷ്ടപ്പെട്ടു പോയി. ആ മാല അന്വേഷിച്ചുകൊണ്ട് സമയം കളഞ്ഞുപോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തിരികെ വന്നപ്പോ ഒരാള് പോലുമില്ല, ഒരൊറ്റ സ്വഹാബി പോലും അവിടെയില്ല. എല്ലാവരും പോയി. അവിടെ ആരും കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ്. പതുക്കെ പോവുള്ളൂ. കാഫിലകളായി ഓരോരുത്തർ പോയി. ആയിഷ ബീവി കയറേണ്ട ഒട്ടകത്തിന്റെ കട്ടിൽ, ഹൗദജ് എന്നാണ് അതിനെ അറബി പറയുക, കൂടാരം, ഒട്ടകത്തിന്റെ കൂടാരം. അത് വഹിക്കുന്ന സ്വഹാബി അദ്ദേഹം കരുതി ആയിഷ ബീവി കയറിയിട്ടുണ്ടാവും. കാരണം എല്ലാവരും പോവല്ലേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന പരിപാടിയില്ല, സംസാരിക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ട് ആയിഷ ബീവി കയറിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അദ്ദേഹം ആ ഒട്ടകം ഓടിച്ച് അദ്ദേഹവും പോയി. സത്യത്തിൽ ഒട്ടകത്തിന്റെ കൂടാരത്തിൽ കയറിയിട്ടുണ്ട് ആയിഷ ബീവി? കയറിയിട്ടില്ല. താനും ആയിഷ ബീവി ഒറ്റപ്പെട്ടു പോയി. അവരുടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി മാറി നിന്നതാണ്. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മാല പോയി. തിരിച്ചുപോയി മാല അന്വേഷിച്ച് അവിടെയൊക്കെ തപ്പി അന്വേഷിച്ചിട്ട് അത് കിട്ടിയില്ല. അവസാനം അവർ തിരിച്ചിവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവരും പോയി. കാഫിലകളൊക്കെ പോയി. ഒരൊറ്റ ഒട്ടകം പോലും ഇല്ല. അപ്പൊ അവിടെ തന്നെ അങ്ങ് ഇരുന്നു. നല്ല വെയിലാണ്. ക്ഷീണിതയായി അവിടെ തന്നെ അങ്ങോട്ട് കടന്നുപോയി. ഉറങ്ങിപ്പോയി. ക്ഷീണിച്ചുറങ്ങിപ്പോയി. ഏത് യുദ്ധം കഴിഞ്ഞാലും ഏത് യാത്ര ചെയ്യുമ്പോഴും പ്രവാചകൻ ഏതെങ്കിലും ഒരു സ്വഹാബിയെ നിശ്ചയിച്ചിട്ട് ആ യാത്ര വഴി ഒന്നുകൂടി ബാക്കിൽ പോയി ഇത്ര കിലോമീറ്റർ പോയി നോക്കണമെന്ന് പറഞ്ഞ് പ്രത്യേകമായി ആരെങ്കിലും നിർത്തും. അന്ന് നിർത്തിയത് ബഹുമാനപ്പെട്ട സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു അൻഹു വലിയ സഹാബിയാണ്. അദ്ദേഹം ചെന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് കടക്കുന്നതാരാൻ? സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവേ കാവൽ തേടുന്നു റബ്ബേ, കാവൽ തേടുന്നു അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ഉമ്മൈദ ഒറ്റയ്ക്കായി പോയല്ലോ. സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു ഈ വർത്തമാനം ഒട്ടകത്തിന്റെ പുറത്തിരുന്ന് പറയുന്നത് കേട്ടുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. ഉറക്കിൽ നിന്ന് നെട്ടിയുണരുകയാണ്. ആയിഷ ബീവി നെട്ടിയുണരുകയാണ്. ബഹുമാനപ്പെട്ട സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു അൻഹു ഒന്നും സംസാരിച്ചില്ല. ആയിഷ ബീവി ഒന്നും മിണ്ടിയില്ല. അനാഖ നാഖതഹു സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ മുട്ടുകുത്തിക്കുകയാണ്. ആയിഷ ബീവിക്ക് കയറാൻ സൗകര്യം ചെയ്യുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു അൻഹു താഴെ നിന്നുകൊണ്ട് അതിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
അല്പനേരം പിന്നിട്ടപ്പോ അതാ അവരുടെ മുമ്പിൽ പോയ കാഫിലയോടൊപ്പം ചേരുവയാണ്, യാത്രാ സംഘത്തോട് ചേരുവയാണ്. അപ്പോഴാണിതാ മുനാഫിക്കുകളാകുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, പരിശുദ്ധ ബദറിൽ ഒഴികെ മുഴുവൻ യുദ്ധങ്ങളിലും മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. കപട വിശ്വാസികൾ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അവരിൽ ചില ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാകുന്ന ആയിഷ ബീവി ഇതാ സഫ്വാനുമായിട്ട് കണക്ഷനാണ്, അപവാദ പ്രചരണം നടത്തുകയാണ്. ഇന്നും ഈ ദുനിയാവിൽ അപവാദ പ്രചരണം നടത്തുന്ന മുസ്ലിമീങ്ങളില്ലയോ, ചെറുപ്പക്കാരില്ലയോ? പാടില്ല പൊന്നുമോനെ, പാടില്ല പൊന്നുമോനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീവിയെ കുറിച്ച് അപവാദ പ്രചരണം നടത്തുകയാണ്. അവർ രണ്ടുപേരും വ്യഭിചരിച്ചു എന്ന് വരെ മോശത്തരം പറയുകയാണ്. നഊദു ബില്ലാഹ്. സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു വീട്ടിൽ കൊണ്ടുവന്ന് വിടുകയാണ്. പരസ്പരം ജനങ്ങൾക്കിടയിൽ ചർച്ചയായി. മുനാഫിക്കുകൾ കമ്പോളത്തിൽ വന്ന് പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന് വിഷമമായി, ആയിഷ ബീവിക്ക് മാനസികമായി പ്രയാസമായി. റസൂല് വീട്ടിലേക്ക് വരുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 4 ദിവസമല്ല, 1 മാസത്തോളം വീട്ടിലേക്ക് വരാതിരിക്കുകയാണ്. മാനസികമായി തകർന്നു പോയ ആയിഷ ദിക്ർ ചൊല്ലി കൂടുകയാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുവേ, പടച്ചറപ്പേ, നിനക്കറിയാമല്ലോ അല്ലാ, ഞാൻ പാവപ്പെട്ടവളാണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. സഫ്വാനും എന്നെയും ചേർത്ത് മുനാഫിക്കുകളാകുന്ന കപട വിശ്വാസികൾ എന്തൊക്കെ അപവാദ പ്രചരണങ്ങളാണ് ഇവിടെ നടത്തുന്നത് റബ്ബേ. ഞാൻ വ്യഭിചരിച്ചെന്നാണ് പറയുന്നത് അല്ലാ, എനിക്ക് നിന്നെ മാത്രം ബോധിപ്പിച്ചാൽ മതി. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവിന്റെ റസൂല് പോലും സ്വഹാബത്തിൽപ്പെട്ട പല ആളുകളും വന്നുകൊണ്ട് നബിയെ ശരിയാണോ എന്ന് പറയവേ റസൂലുള്ള പോലും മാനസികമായി തകർന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷയോട് വന്നിട്ട് പറയുകയാണ്, ആയിഷ, നീ തെറ്റ് ചെയ്തിട്ടുള്ള ഫതുബ് ഇലല്ലാഹ്, افتحوا لنا أبواب الجنان، افتحوا لنا أبواب الجنان. സ്വർഗ്ഗത്തെ കാക്കുന്ന മലക്കുകളോട് പറയുകയാണ്, അല്ലയോ റിദ്വാനേ, റിദ്വാനേ, ഈ സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണേ. സ്വർഗ്ഗത്തെ കാക്കുന്ന മലക്കുകൾ ചോദിക്കുമത്രേ, നിങ്ങൾ ആരാണ്? അവഹൂസിബത്തും, നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞുവോ? ഹിസാബ് കഴിയാതെ ഒരാളെയും സ്വർഗത്തിൽ കടത്തുകയില്ല, നേരത്തെ സ്വർഗത്തിലേക്ക് കടത്തുകയില്ല. അപ്പോഴാണ് ബദരീങ്ങൾ പറയുന്നത്, ഞങ്ങൾ ബദറിൽ പങ്കെടുത്തവരാണ്, ഞങ്ങൾ ബദറിൽ പങ്കെടുത്തതാകുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. അതാ ഉടനെ മലക്കുകൾ അവരോട് പൊരുത്തം ചോദിക്കുകയാണ്. പൊരുത്തപ്പെടണേ, അറിയാതെ പറഞ്ഞു പോയതാണ്. അഫ്വാ, പൊരുത്തപ്പെട്ടു തരണേ, പൊരുത്തപ്പെട്ടു തരണേ. സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് മുന്നിൽ മലർക്കെ തുറക്കപ്പെടുകയാണ്. സ്വർഗത്തിലേക്ക് അവർ കടക്കുകയാണ്. സ്വർഗത്തിൽ അവർ കടക്കുകയാണ്. സ്വർഗത്തിൽ അവർ അഭിരമിക്കുകയാണ്. വന്നാസു ഫിൽ ഹിസാബ്, ജനങ്ങളെപ്പോഴും ഹിസാബിലായിരിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. സ്വർഗത്തിലേക്ക് നേരത്തെ കടന്നു ചെല്ലുന്ന ബദരീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അവരുടെ ക്യാപ്റ്റൻ അല്ലയോ? തിരിച്ചറിഞ്ഞുകൊണ്ട് ആദരിക്കണേ മുസ്ലിമേ. അല്ലാഹുവേ, അവരെ ആദരിക്കുന്ന സാലിഹ്യങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ലോകാവസാനം വരെ ഇത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും സന്താന പരമ്പരകൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ.